മഴതോരും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വല്യപ്പച്ചനും അലീനയും കൂടി തിരിച്ച് എൽസമ്മയുടെ വീട്ടിലേക്ക് തന്നെ എത്തുകയാണ്. എൽസമ്മ അവരോട് ഒരുപാട് എതിർത്ത് നോൽക്കുന്നുണ്ട്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവിടെ തന്നെ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അലീന കേട്ട ഭാവം പോലും വെക്കുന്നുണ്ടായിരുന്നില്ല. അലീന എൽസമ്മയോട് പറയുന്നുണ്ട്, 30 ദിവസം ഞാനും എൽസാമ്മച്ചിയുടെ സഹോദരിയായ റീത്താമ്മച്ചിയും തമ്മിൽ ഒരു ചലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ചലഞ്ച് കഴിയുന്നത് വരെയെങ്കിലും ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അലീന വല്യപ്പച്ചനെയും വിളിച്ച് വീടിനകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവർക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത ഒരു പയ്യൻ, ഒരു 10-25 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ ആ വീട്ടിലേക്ക് കയറി വരികയും ആ വീട്ടിൽ വല്ലാത്തൊരു സ്വാതന്ത്ര്യം അവൻ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം എൽസാമ്മ അവനോട് ചോദിക്കുകയാണ്, നിൻ്റെ അമ്മച്ചി എന്തേടാ എന്ന്. റീത്താമ്മച്ചി ഇവിടെ കണ്ട ആനയെ കണ്ട് പേടിച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അലീനയ്ക്കും വല്യപ്പച്ചനും ഇത് റീത്താമ്മച്ചിയുടെ മകനാണെന്ന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവൻ ആളാകെ മോശമാണ്. ഇവൻ അലീനയെ കണ്ടിട്ട് അവളെ ഒന്ന് കാണാനും തൻ്റെ വരുതിയിൽ ആക്കാൻ പറ്റിയ ടൈപ്പാണോ എന്ന് നോക്കാനുമായിട്ടൊക്കെയാണ് അവൻ ആ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്. എൽസാമ്മച്ചി അത് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയും ചെയ്യാണ്. ഇതേ സമയം അവൻ തൻ്റെ സഹോദരിമാർക്കൊപ്പം ഇരുന്നു കൊണ്ട് തീരെ ശരിയല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമൊക്കെ അലീന ശ്രദ്ധിക്കുകയാണ്. അലീനയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ ആളെങ്ങനെയാണ് വല്യപ്പച്ച? ഇവനെക്കുറിച്ച് വല്യപ്പച്ചൻ എന്തെങ്കിലും അറിയാമോന്ന്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ഞാൻ കണ്ടിട്ടൊക്കെയുണ്ട്, പക്ഷേ ഇവനെക്കുറിച്ച് അധികമൊന്നും അറിയത്തില്ല മോളെ. എന്തോ ബാംഗ്ലൂരായിരുന്നു എന്നോ ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു എന്നോ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. അത്രയൊക്കെ തന്നെ വല്യപ്പച്ചൻ ഇപ്പം കേൾക്കുന്ന കാര്യമാണെന്ന് പറയുകയാണ്. അലീനയോട് വല്യപ്പച്ചൻ സംശയത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താണ് കുഞ്ഞെ നീ അങ്ങനെ ഇപ്പം ചോദിക്കാൻ കാരണമെന്ന്. അലീന പറയുന്നുണ്ട്, കാര്യം ഒന്നുമില്ല വല്യപ്പച്ച, അതൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അവരുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. എന്നാൽ അലീനയ്ക്ക് ഇതൊന്നും അത്ര ശരിയല്ലെന്നും തൻ്റെ സഹോദരിമാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിനിവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയേ മതിയാവൂ, അതിനുശേഷം മാത്രമേ തൻ്റെ സഹോദരിമാരെ തൻ്റെ കയ്യിലേക്ക് കിട്ടുള്ളൂ എന്നൊക്കെ അലീന കണക്കുകൂട്ടാണ്. അങ്ങനെ രാത്രിയായി. അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അലീന വല്യപ്പച്ചനുള്ള ബെഡൊക്കെ കുടഞ്ഞ് വിരിച്ചു കൊടുത്തിട്ട് വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, വല്യപ്പച്ചൻ കിടന്നുറങ്ങിക്കോളൂ, ഞാൻ ടോണിയെയും ടെൽസിയെയും കണ്ടിട്ട് വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അലീന പുറത്ത് നിന്നുകൊണ്ട് അകത്തുള്ള സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടാണ് വരുന്നത്. അലീന പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ പരസ്പരം സംസാരിക്കുന്നത് ഈ ജെറി എന്ന് പറയുന്ന നമ്മുടെ റീത്താമ്മച്ചിയുടെ മകൻ ഇവർക്ക് അയച്ചു കൊടുക്കാറുള്ള വീഡിയോസിനെ കുറിച്ചിട്ടും ഫോട്ടോസിനെ കുറിച്ചിട്ടുമൊക്കെയാണ്. ഒരു ചമ്മലോ നാണക്കേടോ ഒന്നും ഇല്ലാതെയാണ് സഹോദരിമാർ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതെന്ന് അലീനയ്ക്കും വല്ലാത്ത അതിശയം തോന്നുകയാണ്. അലീനയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് ഇവർ ഈ ജെറി എന്ന് പറയുന്ന പയ്യനെക്കുറിച്ച് ഇങ്ങനെ ഒരേന്ന് പറയുന്നത് കേട്ടപ്പോൾ. അലീന ഉടനെ തന്നെ അകത്തേക്ക് കയറി വന്ന് ആ വാതിലടച്ചങ്ങ് ലോക്ക് ചെയ്യാണ്. എന്നിട്ട് സഹോദരിമാരോടായി ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ജെറി എന്ന് പറയുന്നവൻ ആരാണ് എന്നറിയോ എന്നൊക്കെ. അപ്പോൾ ഇവരൊന്നും പറയുന്നില്ല. ഇവർക്ക് മനസ്സിലായി ചേച്ചിക്ക് എന്തോ ഒരു ധാരണ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ടെന്ന്. അലീന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കവൻ ആരാണെന്നുള്ള എന്തെങ്കിലും ബോധമുണ്ടോയെന്ന്. ഉടനെ തന്നെ അവരുടെ വായിൽ നിന്നും ആൻസർ വരുന്നതിന് മുമ്പ് അലീന തന്നെ പറയാണ്, സഹോദരനാണ്, അത് ഞങ്ങളുടെ ആങ്ങളെയാണെന്ന് മാത്രം പറയരുത്. പറയുന്നവളുടെ ചെവിക്കുറ്റം ഞാൻ അടിച്ച് പൊട്ടിക്കും ഞാൻ. ഒരാങ്ങള പെങ്ങന്മാർക്ക് അയച്ചു കൊടുക്കുന്ന വീഡിയോ എങ്ങനത്തെയാണ്? അതിനെക്കുറിച്ചാണോ നിങ്ങളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോണൊന്ന് തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ടോണിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ച് വാങ്ങിക്കുകയാണ്. അലീന നോക്കുമ്പോൾ അത് ആയിട്ടുണ്ടായിരുന്നു. അലീന ഉടനെ തന്നെ അവളെ കയ്യിൽ കൊടുത്തിട്ട്, ഇതിപ്പോൾ ലോക്ക് ഓപ്പൺ എനിക്ക് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പപ്പയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. പപ്പ വന്നിട്ടിവിടെ എന്താണ് നടത്താൻ പോകുന്നതെന്ന് നിനക്കൊക്കെ അറിയാലോ. വെറുതെ എന്നെക്കൊണ്ട് അത് ചെയ്യിക്കാൻ നിൽക്കരുത്. ഞാൻ
ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് നിങ്ങളെ നമ്മുടെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന ആളാണ്. അങ്ങനെയുള്ള എന്നോട് നിങ്ങളിതൊക്കെ മറച്ചു വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. ടോണിയോടായി അലീന ചോദിക്കുന്നുണ്ട്. ആ ഫോൺ ഇന്നെനിക്ക് നീ തരണ്ട. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോളാം. നിങ്ങൾക്കെന്നോട് മറ്റെന്തെങ്കിലും അവനെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളും അവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ടോ പറയാനുണ്ടെങ്കിൽ അത് നാളെ തന്നെ വന്ന് എന്നോട് പറഞ്ഞോളണം. ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അലീന മുറിയിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ നേരത്ത് ടെൽസ ചോദിക്കുകയാണ്, ചേച്ചി വല്യപ്പച്ചനോട് പറയൂ എന്ന്. അലീന അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഇത് നമ്മൾ മൂന്നാളുമല്ലാതെ നാലാമതൊരാൾ അറിയരുതെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് തന്നെ അത് ദോഷം ചെയ്യുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അലീന മുറിയിൽ കയറി ഡോറടച്ചതിന് ശേഷം വല്യപ്പച്ചനെ ഒന്ന് നോക്കുകയാണ്. വല്യപ്പച്ചൻ തൻ്റെ ബെഡിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അലീന എടുത്ത് മടക്കി വെച്ചിരുന്ന ആ പായും തലാണയും താഴെ നൂർത്തിയിട്ട് അവളും കയറി കിടക്കുന്നുണ്ട്. അലീനയ്ക്ക് കിടന്നിട്ട് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. അലീന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോന്നിട്ടുള്ള ആളാണ്. ബബിതയുടെ, ശരണ്യമോളുടെ, അങ്ങനെ രോഹിത്തിൻ്റെ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ തനിക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. താൻ എത്തുന്നിടത്തൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ വന്നു ചേരുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരിക്കൽ കൂടി അവിടെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചതിന് ശേഷം കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന എഴുന്നേറ്റു കിച്ചണിൽ കയറി എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി. ഉച്ചക്കൽക്കേക്കുള്ള ഭക്ഷണത്തിനുള്ള സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൽസയും കിച്ചണിലേക്ക് വരുന്നുണ്ട്. അലീനയുടെ ഡ്യൂട്ടിക്കൊപ്പം കിച്ചണും അപ്പോഴായി അവൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എൽസയ്ക്ക് വളരെ അതിശയമാണ് തോന്നുന്നത്. തന്നെക്കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്നാണ് എൽസ ചിന്തിച്ചിരുന്നത്. അലീന കിച്ചണിൽ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ അപ്പോൾ തന്നെ എടുത്ത് മൂടി സെർവ് ചെയ്ത് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുമുണ്ട്. അലീനയോടായിട്ട് എൽസ ഇഷ്ടമില്ലെങ്കിൽ കൂടിയും സംസാരിക്കാതെ നിവർത്തിയില്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇനി ഉച്ചക്കേൽക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. എല്ലാവർക്കും കൂടി അങ്ങനെ നീ ഇപ്പോൾ ഇവിടെ നിന്ന് വെച്ച് വേവിച്ച് തരണമെന്നൊന്നും ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. എന്തായാലും രാവിലക്കലത്തെ ഉള്ളത് ഇത്രയൊക്കെ ചെയ്തു വെച്ചില്ലേ, മതി. നീയേ ഇവിടുത്തെ സെർവൻ്റ് ഒന്നുമല്ല. നീ ഇവിടെ വന്ന് കിടന്ന് എനിക്കും എൻ്റെ മക്കൾക്കും തിന്നാനും കുടിക്കാനുള്ളതൊക്കെ വെച്ചും വേവിച്ചും തരികയാണെന്ന് നിൻ്റെ പപ്പ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഇവിടെ വന്ന് കിടന്ന് ഞങ്ങളോട് ഇല്ലാത്ത ബഹളുണ്ടാക്കും. എന്തിനാണ് കുട്ടി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്നുകൂടി അലീനയുടെ മുഖത്ത് നോക്കി തന്നെ എൽസമ്മ ചോദിക്കുകയാണ്. അലീനയ്ക്ക് തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം അവളുടെ മനസ്സ് മുഴുവനും തൻ്റെ സഹോദരിമാരെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഫ്രീ ആയിരിക്കുമ്പോൾ അവരെയും കൂട്ടി മാറി നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം, അവൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം അറിയണം എന്നത് മാത്രമായിരുന്നു അലീനയുടെ ചിന്തകളെല്ലാം. എൽസമ്മ ഓരോ സംസാരങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അലീന ഒന്നും കേൾക്കാത്തതുപോലെ കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. മുകളിലെത്തിയ അലീന വല്യപ്പച്ചനോട് എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി താഴേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അലീന ആ ബെഡൊക്കെ കുടഞ്ഞിട്ട് വൃത്തിയാക്കിയൊക്കെ വെക്കുകയാണ്. ഇതേ സമയം അവൾ തൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് നോക്കുമ്പോൾ സഹോദരിമാർ രണ്ടാളും ഇത്രയും സമയമായിട്ടും എഴുന്നേറ്റിട്ടില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. താൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളായിരുന്നു, ഇന്നിപ്പോൾ ഞായറാഴ്ചയും ആയിരിക്കുന്നു. എന്നിട്ടും കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോയി വന്നിട്ടുള്ള പഠനത്തെക്കുറിച്ചിട്ടൊന്നും അലീന കണ്ടിട്ടുണ്ടായിരുന്നില്ല. അലീന ആ കാര്യത്തിലും അലീനയ്ക്ക് എന്തെന്നില്ലാത്ത സംശയങ്ങളൊക്കെ തോന്നുകയാണ്. അലീനയോട് പപ്പയും വല്യപ്പച്ചനും പറഞ്ഞത് അവർ +1-ലും +2-നും ഡിഗ്രിക്കുമൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നാണ്. പക്ഷേ അതിൻ്റേതായ ഒന്നും തന്നെ അവരുടെ മുറിയിൽ പോലും അലീന കണ്ടിരുന്നില്ല. അലീന തൊട്ടപ്പുറത്തെ മുറിയുടെ ഡോറിനരികിൽ ചെന്നിട്ട് തട്ടി വിളിക്കുന്നുണ്ട്. ടാനിയ, ടെൽസ, നിങ്ങളെന്താ ഇതുവരെ എഴുന്നേൽക്കാത്തതെന്നൊക്കെ അവിടെ നിന്നുകൊണ്ട് അലീന ഉറക്കെ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് അവർ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത്. ടാനിയ തന്നെ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അലീനയെ കണ്ടതോടെ അവളുടെ മുഖമാകം ആകെ മാറിപ്പോയി. എന്തെന്നില്ലാത്തൊരു വിഷമവും കുറ്റബോധവും ഒക്കെ ആ മുഖത്ത് അലീനയ്ക്ക് കാണാമായിരുന്നു.
എന്നാൽ അവരുടെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും പിടിക്കപ്പെട്ടതിൻ്റേതായിട്ടുള്ള ഒരു ദേഷ്യമൊന്നും അവർ അലീനയോടൊട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് നന്നായിട്ടറിയാം അവർ ചെയ്യുന്നതൊക്കെ കുറ്റമാണെന്നും തെറ്റാണെന്നും. എന്നിട്ടും വീണ്ടും അതൊക്കെ ചെയ്യാനും പ്രവർത്തിക്കാനും എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് സാധിക്കുന്നതെന്നൊക്കെയായിരുന്നു അലീന അവരുടെ മുഖത്തു നോക്കി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ടാനിയയോടായി അലീന ചോദിക്കുന്നുണ്ട്, ടെൽസ് എഴുന്നേറ്റില്ലേ? നിങ്ങൾ രണ്ടാളും ബ്രഷ് ചെയ്ത് താഴേക്ക് വരൂ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പോയി വല്യപ്പച്ചനെയും ടോജോയെയും കൂടി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ടോജോയുടെ മുറിയിലേക്കും ചെല്ലുന്നുണ്ട്. ടോജോ ആ സമയത്ത് വാഷ്റൂമിലായിരുന്നു. അവൾ ആ ബെഡൊക്കെ കുടഞ്ഞിട്ട് അവൻ്റെ ടീപ്പോയിലുണ്ടായിരുന്ന സാമഗ്രികളൊക്കെ മറിഞ്ഞു കിടക്കുകയും തിരിഞ്ഞു കിടക്കുകയും ഒക്കെ ആയിരുന്നു. പെൻ പൗച്ചിലേക്ക് പെന്നുകളൊക്കെ നിറച്ചു വെച്ചു. ബുക്കുകളൊക്കെ സൈഡിലേക്ക് ഒതുക്കി മാറ്റി വെച്ചു. താഴെ കിടന്നിരുന്ന പേപ്പർ കഷ്ണങ്ങളൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് എടുത്തിട്ടു. അപ്പോൾ തന്നെ മുറിക്ക് എന്തെന്നില്ലാത്തൊരു മാറ്റം അലീനയ്ക്ക് തന്നെ തോന്നി. അവൾ വിൻഡോയുടെ അരികിലേക്ക് ചെന്നിട്ട് വിൻഡോയുടെ കർട്ടനൊക്കെ സൈഡിലേക്ക് നീക്കി വിൻഡോ മെല്ലെ തുറന്നു. തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ അലീനയ്ക്ക് മനസ്സിലായി വിൻഡോകളൊന്നും തുറക്കാറേ ഇല്ലെന്ന്. അവിടെ കിടന്നിരുന്ന ഒരു പഴയ തുണിയെടുത്ത് വിൻഡോയിലുണ്ടായിരുന്ന മാറാലകളെല്ലാം അലീന തട്ടിക്കുടഞ്ഞിട്ടു. മുറിക്കുള്ളിലേക്ക് സൂര്യപ്രകാശം കടന്നു വന്നു. ഇതേ സമയത്താണ് വാഷ്റൂമിൽ നിന്നും ടോജോ ഇറങ്ങി വരുന്നത്. ടോജോയ്ക്കും താൻ തൊട്ട് നിമിഷം മുൻപ് വരെ കണ്ട മുറിയല്ലല്ലോ ഇത്, പെട്ടെന്ന് ഒരു വെട്ടവും വെളിച്ചവും വെച്ച പോലെ എന്നൊക്കെ അവനും മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. അലീന തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ തൻ്റെ മുറി തന്നെയാണോ ഇതെന്നർത്ഥത്തിൽ മുകളിലേക്കും താഴേക്കൊക്കെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അലീന അവനോടായി പറഞ്ഞു, ഇത് നിൻ്റെ മുറി തന്നെയാണ്, ആ വിൻഡോ ഒന്ന് തുറന്നു എന്ന് മാത്രം. സൂര്യപ്രകാശം കിടക്കുമ്പോൾ തന്നെ മുറിക്കുള്ളിൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ നമുക്ക് തോന്നും. നീ എന്താണ് നമ്മുടെ എല്ലാം എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നത് നമ്മുടെ മുറിയാണല്ലോ. ആ റൂം പോലും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിക്കൊന്നും ഇടാത്തത്? ഇതൊന്നും നിനക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലേ ടോജോ എന്ന് അലീന ചോദിക്കുകയാണ്. ടോജോ പറയുകയാണ്, എനിക്ക് എപ്പോഴും അങ്ങനെയൊന്നും തോന്നാറില്ല, വല്ലപ്പോഴും ഞാനതൊക്കെ ചെയ്യാറുണ്ടെന്ന് മെല്ലെ അടഞ്ഞൊരു ശബ്ദത്തിൽ അലീനയോട് പറയുന്നുണ്ട്. അലീന ടോജോയോടായി ചോദിക്കുന്നുണ്ട്, നിനക്ക് തെറ്റുകൾ കണ്ടാൽ അത് തെറ്റാണെന്നും അത് പിന്നീട് ആവർത്തിക്കാൻ പാടില്ലെന്നും നിനക്ക് സ്വയം ചിന്തിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് അലീന അവൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുമ്പോൾ ടോജോ പറയുന്നുണ്ട്, അതിന് ഞാനാരോടും തെറ്റൊന്നും ചെയ്യാറില്ലല്ലോ. ഓക്കെ, നീ ചെയ്യാറില്ലായിരിക്കാം. നിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു തെറ്റ് നിനക്ക് വേണ്ടപ്പെട്ടവർ കാണിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ നിന്നെക്കൊണ്ട് സാധിക്കാറുണ്ടോ എന്നുകൂടി അലീന ചോദിക്കുകയാണ്. ചേച്ചി എന്താ അങ്ങനെയൊക്കെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ, നിനക്ക് അതിന് സാധിക്കാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അതിന് എൻ്റെ മുമ്പിൽ ആരും തെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുകൂടി ടോജോ അലീനയോട് പറയുന്നുണ്ട്. അലീന അടുത്ത ചോദ്യമായി അവൻ്റെ അടുത്ത്, നിനക്ക് നിൻ്റെ ജെറിച്ചേട്ടനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അവനപ്പോൾ വല്ലാത്തൊരു ഒരുപാട് സംസാരിക്കാനുള്ളതുപോലെയായി അവൻ്റെ മുഖപ്രകൃതിയൊക്കെ. അതായത് എന്തെന്നില്ലാത്തൊരു ആകാംക്ഷ അങ്ങനെയൊക്കെ. കാരണം അവൻ്റെ മനസ്സിൽ അവൻ്റെ ജെറിച്ചേട്ടൻ എന്ന് പറയുന്നത് ആരോടും എന്തും സംസാരിക്കാനുള്ളൊരു കഴിവുള്ള ആളാണ്, ആരെയും പേടിയില്ലാത്തൊരു മനുഷ്യനാണ്, അങ്ങനെ ആയിരിക്കണം എല്ലാവരും, തന്നെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ്. അലീന അത് ചോദിച്ചപ്പോൾ തന്നെ ഇവൻ ഇതൊക്കെ തന്നെയാണ് അലീനയോട് പറയുന്നത് കേട്ടോ. ജെറിച്ചേട്ടൻ സൂപ്പറാണ് ചേച്ചി, ചേച്ചിയെപ്പോലെ തന്നെയാണ്, ആരോടെന്ത് സംസാരിക്കണം എന്നറിയില്ല. ജെറിച്ചേട്ടൻ ഈ ലോകത്ത് അറിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ജെറിച്ചേട്ടന് നല്ല വിവരമുണ്ട്, എല്ലാ കാര്യത്തെക്കുറിച്ചും. ഓ പിന്നെ ചേച്ചി ജെറിച്ചേട്ടനോട് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു നോക്കൂ, ജെറിച്ചേട്ടൻ അതിനെക്കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ ചേച്ചിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നു കൂടി അവൻ പറയുന്നുണ്ട്. അലീന വീണ്ടും അവനോട് ചോദിക്കുകയാണ്, നിന്നോട് മദ്യപിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടോ ജെറിച്ചേട്ടൻ? അത് എന്താ അതിന് മറുപടി ഇല്ലാതെ? നിർബന്ധിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ കഴിച്ചിട്ടുമുണ്ട്, എന്നിട്ട്
അത് എനിക്ക് പറ്റിയില്ല ചേച്ചി. ഞാൻ കുറേ ഛർദ്ദിച്ചു. എനിക്ക് വയ്യാഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ. ടോജോ അത് വിക്കി വിക്കിയാണ് പറയുന്നത്. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അലീന ചോദിക്കുകയാണ്, നിനക്ക് സിഗരറ്റോ ബീഡിയോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്, അതും എനിക്ക് പറ്റിയില്ല. അപ്പോൾ ജെറിച്ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞു, നീ ആണുങ്ങൾക്ക് പോലും മോശപ്പേരുണ്ടാക്കാൻ നടക്കുന്നവനാണ്, ഒരു സിഗരറ്റ് പോലും വലിക്കാൻ കഴിയാത്ത നീയൊക്കെ ഒരാണാണോ എന്നൊക്കെ. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, എനിക്ക് ശ്വാസം മുട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്കത് പറ്റുന്നുണ്ടായില്ല എന്നൊക്കെ. ടോജോ എന്തോ ഒരു ബുദ്ധിയില്ലായ്മ പോലെയാണ് അതൊക്കെ അലീനയോട് പറയുന്നത്. അലീനയ്ക്കും അവൻ്റെ മറുപടികളൊക്കെ ഒരു അതിശയത്തോടു കൂടിയാണ് അവൾ കേട്ട് നിന്നത്. അലീന ടോജോയോടായി ചോദിക്കുകയാണ്, നിനക്കതൊക്കെ ശരിയായിട്ടാണോ ടോജോ തോന്നുന്നത്? നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, നിന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല. അത് സാധിക്കുന്നില്ല എന്നല്ല, ഒരാൾ നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കണം കുട്ടി. കാരണം ഈ മദ്യപാനം, ഈ സിഗരറ്റ്, ബീഡി എന്നിവയൊക്കെ നമ്മളെ ശരീരത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതൊരാൾ പറഞ്ഞു എന്ന് കരുതി അയാളുടെ ഇഷ്ടത്തിന് നമ്മളതൊന്നും ചെയ്യണമെന്നില്ല. എങ്കിലും മാത്രമേ ആണാവുള്ളൂ എന്ന് നിന്നോട് നിൻ്റെ ജെറിച്ചേട്ടൻ പറഞ്ഞെങ്കിൽ അതവന് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. നീ ഈ പറഞ്ഞതൊന്നുമല്ല ബോധവും ബുദ്ധിയൊന്നും. എന്താണ് ടോജോ ഇങ്ങനെ? ഇന്നലെ നീ ശ്രദ്ധിച്ചായിരുന്നോ? നീ മറ്റൊരു സോഫയിലിരിക്കുമ്പോൾ നിൻ്റെ സഹോദരിമാരായ ടോണിയയ്ക്കും ടെൽസയ്ക്കും നടുവിലായിട്ട് ജെറി വന്നിരിക്കുന്നുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് അവരുടെ ഷോൾഡറിൽ കൈയിടുകയും അവരുടെ എങ്ങനെയാണ് നിന്നോട് ഞാനത് പറയേണ്ടതെന്നറിയില്ല, അവർക്ക് വല്ലാത്ത ഡിസ്കംഫർട്ടബിളായിട്ടാണ് അവൻ അവരോട് പെരുമാറിയിരുന്നത്. പക്ഷേ എന്നിട്ടും ആ കുട്ടികൾ പോലും അവൻ്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. നീ അതൊന്നും ശ്രദ്ധിക്കുന്നും ഉണ്ടായിരുന്നില്ല. നിൻ്റെ ശ്രദ്ധ മുഴുവൻ നിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫോണിൽ മാത്രമായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് നീ തിരുത്തി പറയാത്തത്? ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങളും ജെറിച്ചേട്ടനും പിന്നെ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ലല്ലോ. ഞങ്ങളെല്ലാവരും ഒന്നായിട്ടല്ലേ ജീവിച്ചിരുന്നത്. എന്നെപ്പോലെ തന്നെയല്ലേ അവർക്ക് ജെറിച്ചേട്ടനും. ഓ, ഞാൻ വിചാരിച്ചത് നിനക്കിതൊന്നും പറയാൻ അറിയത്തില്ലെന്നാ. നിനക്കപ്പോൾ അറിയാം നിന്നെപ്പോലെയാണ് അവനെന്ന്. പക്ഷേ നിന്നെപ്പോലെയാണോ അവരോട് അവൻ പെരുമാറുന്നത്? നീയൊരു പുരുഷനല്ലേ, നിനക്കറിയാം പപ്പയും അമ്മയും പിരിഞ്ഞ് ജീവിക്കുന്നവരാണെന്ന്. ഇവിടെ ബാക്കിയുള്ളത് 3 സ്ത്രീകളും, നിൻ്റെ അമ്മയടക്കം. അങ്ങനെയുള്ള നീയെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ ടോജോ? നീ ഇങ്ങനെ തണുപ്പം മട്ടിൽ കഴിഞ്ഞുകൂടി പോയാൽ എങ്ങനെയാണ് നിൻ്റെ കുടുംബത്ത് മറ്റുള്ളവർ കയറി അതിക്രമം കാണിക്കാതിരിക്കുക? നിൻ്റെ സഹോദരിമാർക്കും നിൻ്റെ അമ്മയ്ക്കും സംരക്ഷണം നൽകേണ്ടവനാണ് നീ. നിനക്ക് നിൻ്റെ കാര്യത്തെക്കുറിച്ച് പോലും ഒരു വ്യക്തതയില്ലാതെയാണ് നീ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അലീനയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ടോജോയ്ക്കും അതൊക്കെ ശരിയാണെന്ന് തോന്നിപ്പോയി. പക്ഷേ അവന് ജെറിച്ചേട്ടൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല താനും. അലീന ഒരിക്കൽ കൂടി അവനോട് പറയുകയാണ്, ഇനി മുതൽ ജെറി വരുമ്പോൾ നിൻ്റെ കണ്ണുകൾ അവൻ്റെ നേരിലുണ്ടായിരിക്കണം. സഹോദരിമാരോട് അവൻ അനാവശ്യമായി പെരുമാറുന്നതായിട്ട് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നീ അതിനെതിരെ പ്രതികരിക്കുകയും വേണമെന്ന് അലീന പറയുന്നുണ്ട്. അലീനയുടെ മനസ്സിൽ ആ നിമിഷം തോന്നിയത്, ഏതെങ്കിലും സമയത്ത് അലീന പ്രതികരിക്കാതെ തന്നെ ടോജോ ജെറിക്കെതിരെ പ്രതികരിച്ചാൽ മാത്രമേ ഇതിനൊരു പോംവഴി ഉണ്ടാവുകയുള്ളൂ എന്നും ഈ വീട്ടിലേക്ക് ജെറിയുടെ വരവ് തടസ്സപ്പെടുത്താൻ കഴിയുമെന്നും അലീന ചിന്തിച്ചെടുക്കുകയാണ്. അങ്ങനെ ടോജോയോട് അവൾ ഇതൊക്കെ പറഞ്ഞ് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന ശേഷം എല്ലാവരും മൂഡ് ഓഫാണ്. വല്യപ്പച്ചനും എൽസയ്ക്കും മാത്രം ഇതൊന്നും അറിയില്ല. ടെൽസയും ടോണിയയും തൻ്റെ നേരെ എപ്പോഴാണ് ചേച്ചി അടുത്ത ചോദ്യവും അന്വേഷണവുമായി വരുന്നതെന്ന ടെൻഷനിലും. എന്നാൽ ഇന്നലെ രാത്രി തന്നെ ഇവർ തമ്മിൽ പരസ്പരം ഒരു ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായി തന്നെ മറുപടി പറയണമെന്ന്. കാരണം ഇവർക്കും ജെറിയെ ഒരുവിധം മടുപ്പായി കഴിഞ്ഞിരുന്നു. കാരണം അവൻ ഇവരെ ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ളൊരു ചിന്ത മാത്രമല്ല, ഇവൻ്റെ പ്രവൃത്തികളെ പല സമയത്തും ഇവർക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടായിരുന്നുവെങ്കിലും
തൻ്റെ അമ്മച്ചിയും തൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയും വഴക്കിടരുത്, പിണങ്ങരുത് എന്നൊരു ചിന്ത കൂടിയായിരുന്നു ഈ കുട്ടികളെ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് നിന്നു. അത് ചേച്ചിയോട് പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ പിന്മാറിക്കഴിഞ്ഞാൽ തനിക്കൊക്കെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുമെന്നും ഇവരുടെ മനസ്സുകൊണ്ട് തോന്നുകയാണ്. ചേച്ചി എപ്പോഴാണ് ഇതൊക്കെ ചോദിച്ചറിയാൻ വരിക എന്നൊരു ടെൻഷനും ഉണ്ട്. കാരണം ചേച്ചി ഇത് പപ്പയോടോ അമ്മച്ചിയോടോ വല്യപ്പച്ചനോടോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ വിഷയമായി മാറുമെന്നും ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ജെറിച്ചേട്ടൻ ഇവരോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴും അരികത്ത് വന്നിരിക്കുമ്പോഴും ഇവരതൊക്കെ മറക്കുന്നുമുണ്ട്. വല്യപ്പച്ചനും പേരക്കുട്ടികൾ 4 ആളും കൂടി ഒരുമിച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. എൽസമ്മ ഇവരുടെ അരികിലേക്ക് വരികയോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അലീനയൊട്ട് നിർബന്ധിക്കാനും നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ എൽസാമ്മച്ചിക്ക് എന്നാണോ ഇഷ്ടം തോന്നുന്നത് അന്ന് വന്ന് തന്നോടൊപ്പം ഇരിക്കട്ടെ എന്നായിരുന്നു അലീനയും ചിന്തിച്ചിരുന്നത്. അങ്ങനെ പരസ്പരം ഒന്നും തന്നെ സംസാരിക്കാതെ വല്യപ്പച്ചൻ ഇവരെ 4 ആളെയും ശ്രദ്ധിക്കുന്നുണ്ട്. ആരും തന്നെ പരസ്പരം മിണ്ടുന്നില്ല. എന്നാൽ വല്യപ്പച്ചൻ്റെ ധാരണ അമ്മച്ചിയെ പേടിച്ചിട്ടാണ് ഇവർ ചേച്ചിയോടും വല്യപ്പച്ചനോടൊന്നും മിണ്ടാതിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് 4 പേരും 4 വഴിക്ക് തിരിഞ്ഞു. വല്യപ്പച്ചൻ മുറ്റത്തേക്കായിട്ട് നടക്കാനൊക്കെ ഇറങ്ങുകയാണ്. അലീന എല്ലാവരും കഴിച്ച ഭക്ഷണപാത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് വാഷ് ബേസിനിലിട്ട് കഴുകി വാഷ് ബേസിനും കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ടാനിയയുടെയും ടെൽസയുടെയും മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ടാനിയയും ടെൽസയും അവിടെ ഇരുന്ന് എന്തോ ക്രോഷ്യോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലീന അപ്പോൾ അവരോട് കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയുമോ എന്നൊക്കെ. അപ്പോൾ ഇവരുടനെ തന്നെ പറയുകയാണ് കേട്ടോ, ഇത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതാണ്. പിന്നെ അമ്മച്ചി പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ത്രെഡും നീഡിലൊക്കെ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തു വെച്ച കുറച്ച് ഫ്ലേവേഴ്സൊക്കെ അലീനയ്ക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ചോദ്യം അലീനയ്ക്ക് ഇവരോട് ചോദിക്കാനുണ്ടായിരുന്നത് ഇന്നലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ മൊബൈലിലെ വീഡിയോയെക്കുറിച്ചായിരുന്നു. ഉടനെ തന്നെ അലീന ടാനിയയോടും ടെൽസയോടും ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരുടെ മൊബൈലിലേക്കാണ്, ആരുടെ വാട്സപ്പിലേക്കാണ് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ നിങ്ങളുടെ ജെറിച്ചായൻ അയച്ചു തരാറെന്ന്. 2 പേരും ഒരുമിച്ച് തന്നെ ഞെട്ടാണ് കേട്ടോ. എപ്പോഴാണ് ചേച്ചി ഇത് ചോദിക്കുക എന്നൊരു ടെൻഷൻ ഇവർക്കുണ്ടായിരുന്നു. അലീന ടാനിയക്ക് നേരെ തൻ്റെ കൈകൾ നീട്ടിയിട്ട് ആ ഫോൺ ഇങ്ങ് തരൂ, ലോക്ക് തുറന്നിട്ട് തന്നെ എന്നുകൂടി പറയാണ്. ടാനിയ ഉടനെ തന്നെ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ടാനിയയുടെ വാട്സപ്പ് അലീന ഓപ്പൺ ചെയ്ത് നോക്കി. ജെറിയുടെ ചാറ്റ് ലിസ്റ്റ് കണ്ട അലീന വല്ലാതെ ഷോക്കായിപ്പോയി. കാരണം ഇവർക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ വളരെ മോശപ്പെട്ട വീഡിയോസുകളും ഫോട്ടോസുകളുമാണ്. അലീന ഇവരോടായി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ കാണുന്നതും അവൻ ഇതൊക്കെ അയച്ചു തരുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നതും? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയില്ലേ ഇത് മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ? നിങ്ങളിതൊക്കെ കണ്ടിരിക്കേണ്ട പ്രായമാണോ? നിങ്ങളെന്താണ് ഡെയിലി ക്ലാസ്സിലൊക്കെ പോവാത്തതും വീട്ടിൽ വന്നാൽ പഠിക്കാനൊക്കെ ഇരിക്കാത്തതും? നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങൾ പപ്പയുടെ കൂടെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾ വളരെ ക്ലിയറായ ഒരു ലൈഫിലൂടെയാവും കടന്നു പോവുക. ഒരല്പം സ്ട്രിക്റ്റ് പപ്പയ്ക്കുണ്ടെന്നുള്ളതല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ പോലും ഒരാൾ തൊടുന്നത് പോയിട്ട് നിങ്ങളെ നോക്കാൻ പോലും ഒരാൾക്കും ധൈര്യം കിട്ടില്ലായിരുന്നു. അലീനയുടെ വാക്കുകളൊക്കെ സത്യമാണെന്ന് ഇവർ ചിന്തിച്ചു പോവുകയാണ് കേട്ടോ. അലീന വീണ്ടും അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവൻ്റെ ഈ കുരുക്കിലൊക്കെ വന്ന് പെട്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും ടെൽസ കരയാൻ തുടങ്ങി. അലീന വീണ്ടും ടെൽസയെ സമാധാനിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്നോട് തുറന്ന് പറയാൻ ഞാൻ പറഞ്ഞതല്ലേ, ഇനിയും നിങ്ങളിതൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് പറയുന്നുണ്ട്. അലീന ഒരിക്കൽ കൂടി ടെൽസയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കുട്ടി ഇങ്ങനെ കരയുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ എനിക്കാവുമെന്ന്. അത് എൻ്റെ വിശ്വാസമാണ്.
നമ്മൾ ഒരേ രക്തമാണ്. ആ ഒരു ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയുകയാണ്. അങ്ങനെ ടെൽസയുടെ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ടാനിയ അലീനയ്ക്കരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, ചേച്ചി, ആദ്യമൊക്കെ ഈ ജെറിച്ചേട്ടൻ ഞങ്ങളോട് കാണിക്കുന്നതൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് വീണ്ടും അത് പറയാനും അലീനയുടെ മുഖത്ത് നോക്കാനുമുള്ള വിഷമം കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലായി, അരുതാത്തതായിട്ടൊക്കെ അവൻ്റെ ഭാഗത്ത് നിന്നും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ടാനിയയ്ക്ക് അലീന ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ടാനിയയോട് പറയുന്നുണ്ട്, ഇത് ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ മൂന്നാളല്ലാതെ നാലാമതൊരാൾ ഒരിക്കലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് പറയാമെന്ന്. ഉടനെ തന്നെ ടാനിയ പറയുന്നുണ്ട്, ചേച്ചി, ജെറിച്ചേട്ടൻ ഞങ്ങൾ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഞങ്ങളറിയാതെ ജെറിച്ചേട്ടൻ പകർത്തുണ്ടായി. അത് കാണിച്ചിട്ടാ ഞങ്ങളെ ആദ്യം ഒരേന്ന് പറയാനൊക്കെ തുടങ്ങിയത്. പിന്നെ ജെറിച്ചേട്ടൻ്റെ പ്രവൃത്തികളൊക്കെ എപ്പോഴൊക്കെയോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അലീനയും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അലീന അപ്പം ഇവരോട് ചോദിക്കുകയാണ്, 2 പേരുടെയും വീഡിയോ അവൻ്റെ ഫോണിലുണ്ടോ എന്ന്. ഉടനെ തന്നെ ടാനിയയും ടെൽസയും ഒരുമിച്ച് അലീനയുടെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, 2 പേരുടെയും വീഡിയോ ഞങ്ങളെ 2 പേരെയും കാണിച്ചു ചേച്ചി. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഓരോ വീഡിയോസുകൾ ഞങ്ങളുടെ ഫോണിലേക്ക് ജെറിച്ചേട്ടൻ അയച്ചു തരാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങളുടെ അരികിൽ വന്നിരുന്നിട്ട് ഞങ്ങളെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നീടും അവർക്ക് തൻ്റെ ചേച്ചിയോട് ഒന്നും പറയാൻ കഴിയാതെയായി. കുറേ സമയത്തേക്ക് ആ മുറിയാകെ നിശബ്ദമായിരുന്നു. അലീനയോട് അവർ ചോദിക്കുകയാണ്, ചേച്ചി എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ഞങ്ങളോട് പറയാൻ. അലീന 2 പേരുടെയും തലോടിക്കൊണ്ട് പറഞ്ഞു, ഇനി എന്താണ് വേണ്ടതെന്ന് ഈ ചേച്ചിക്കറിയാം. നിങ്ങളതോർത്ത് ഒട്ടും വിഷമിക്കരുത്. ജെറിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ 2 പേരും എൻ്റെ കൂടെ തന്നെ നിൽക്കണം. അതിന് നിങ്ങൾ തയ്യാറാണോ എന്ന് അലീന സഹോദരിമാരോടായി ചോദിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.